പൗരത്വ നിയമ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം നിരവധി പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. പൗരത്വം നടപ്പിലാക്കാൻ പറ്റൂല എന്നല്ല, ഒരു വിഭാഗത്തെ മുസ്ലിം ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ട് ഉള്ളത് അതിനെയല്ല. കാരണം ഇത് മതേതര രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേന്ദ്രഭരണം അവർ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ ക്രിയകളാണ്. ഇവിടെ മനുഷ്യന്മാര് പല ജാതി മനുഷ്യന്മാരും ഇവിടെ ജീവിച്ചു പോകുന്ന ഈ മണ്ണില് അവരെ വ്യത്യസ്തമാക്കി തിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഏതായാലും നമ്മളൊക്കെ ഇവിടെ ജനിച്ചു, മരണം വരെ ഇവിടെ തന്നെ ജീവിക്കും. അതിനിപ്പോ ഏത് ഏത് നിലപാടുകൾ, ഏത് നിയമം കൊണ്ടുവന്നാലും ഇവിടെ തന്നെ മരണം വരെ ജീവിക്കുന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. എന്ന് പറഞ്ഞാൽ തമ്മാടിത്തരം തന്നെയാണ്. എല്ലാ ജാതിക്കാർക്കും ഇവിടെ ജീവിക്കണം തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യും. മരണം വരെ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ മരിക്കുകയും ചെയ്യും. ഇതെങ്ങനെയാണ് നന്നാകുക? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ 20% മുസ്ലിങ്ങള് വേറെ പൗരന്മാരാക്കി നിർത്താനുള്ള ഭേദഗതി ബില്ല് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഇന്ത്യയിൽ നടപ്പാക്കാൻ കേന്ദ്രം നടപ്പാക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ പിണറായി പറഞ്ഞിട്ടുണ്ടല്ലോ നടപ്പിലാക്കൂല. ഞങ്ങൾ അതിന്റെ ഒപ്പമാണ്. ഇന്ത്യ മതേതര രാഷ്ട്രം എന്നുള്ള ഇതിലാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ഹിന്ദുക്കൾക്ക് ഒരു നിയമം, മുസ്ലിങ്ങൾക്ക് വേറെ നിയമം വരിക? എല്ലാവർക്കും ഒരേ മാതിരിയല്ലേ വരണ്ടേ? ഈ രീതികളൊന്നും ഇന്ത്യയിൽ നടപ്പാക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇത്രയും കാലം ഇന്ത്യ എങ്ങനെയായിരുന്നു പോരുന്നത് ആ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊരു തരം ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു രീതിയാണ്. എന്തായാലും ഞങ്ങൾ കേരളത്തില് അത് നടപ്പിലാക്കുന്ന പിണറായി സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ കൂടെ 100% ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. അതിന് മറ്റൊരു വശമല്ല. പിണറായി എന്താണോ പറഞ്ഞത് അത് ഇവിടെ നടപ്പിലാക്കും. അവിടെ തർക്കമല്ലോ. ഇന്ത്യയില് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് കുറച്ച് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നവർ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ചിന്താഗതി ഇന്ത്യ രാജ്യം ഇത്രയും കാലം എങ്ങനെയാണ് പോയിരുന്നത് ആ രീതിയിൽ പോകണം എന്നുള്ളതാണ് പിണറായി ചിന്തിക്കുന്നത്. അതിന്റെ പിറകെ പോകുന്നില്ലാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും ഒന്നിച്ച് ജീവിച്ചു പോകുമല്ലോ. അത് വിഭാഗീയത ഉണ്ടാക്കുക, എന്നിട്ട് കുളം കരക്കി മീൻ പിടിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ്. ആ ഒരു പോളിസിയാണ് BJP ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. CAA ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ, നിങ്ങൾക്കറിയാം, നമ്മൾ മലയാളികളാണ്, എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നത് ഒരേപോലെ. അപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, ഉത്തരേന്ത്യക്കാർക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുക, എന്നിട്ട് വിഭജിച്ച് ഭരിക്കുക. പഴയ ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഉണ്ടല്ലോ, വിഭജിച്ച് ഭരിക്കുക. ആ ഒരു പോളിസി അതാണ് ഈ CAA കൊണ്ട് അവര് അർത്ഥമാക്കുന്നത്. അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാല് ഇസ്ലാമാണ്, ഇത് മുസ്ലിങ്ങളാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ ഇലക്ഷൻ അവർക്ക് ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞു, അത് അവിടെ രാമക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന് പോയി, അത് എക്സ്പയർ ആയി. അപ്പൊ അവര് പുതിയത് ജ്ഞാനവാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഉണ്ടാക്കിയതാണ്. ഈ ഇലക്ഷൻ അവർക്ക് ജയിക്കാം. കാരണം എന്താ, അവരുടെ ഭരണം പൂർണ്ണ പരാജയം എന്നുള്ള പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് ജനശ്രദ്ധ തിരിച്ചു വിടാനും വേണ്ടിയിട്ട് അവരുണ്ടാക്കിയൊരു പുതിയ ഇതാണ് ഇപ്പോഴത്തെ ജ്ഞാനവാപ്പി പ്രശ്നം. ഇന്ത്യക്ക് നല്ലതല്ല, ഇന്ത്യക്ക് കേടാണ്. അത് അങ്ങനെ കാര്യം വരിക എന്തുകൊണ്ടാ വെച്ചാൽ അങ്ങനെ നടപടി. എന്റെ സാമ്പിൾ അതാണ്. ഇന്ത്യയിലെ മതേതരത്തെ തീർച്ചയായും അത് ബാധിക്കും. ന്യൂനപക്ഷ സമുദായത്തെ ഒന്നടങ്കം ഇന്ത്യയിൽ നിന്ന് കശാപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഒരു CAA NRC ഇന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മതേതരത്വം ഇല്ലാതാവുന്ന രീതിയിലേക്കാണ് ഈ നരേന്ദ്രമോദിയുടെ ഈ പോക്ക്. അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലുള്ള ഒരു കാര്യമാണിത്. അത് നിറവേറ്റിയാലല്ലേ അടുത്ത ഇലക്ഷൻ നേരിടാൻ കഴിയുള്ളൂ. ഇലക്ഷൻ തന്ത്രമാണ് അത്. ഉത്തരേന്ത്യയിൽ അവർ മറ്റെന്തെങ്കിലും ഒരു ജാക്ക്പൂട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്ദേശം ഉണ്ടാവും. കേരളം ഒരിക്കലും ഇതിനെ അനുകൂലിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ 2019 പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല്. എന്നാൽ ഈ ബില്ലിനോടുള്ള ആളുകളുടെ കൃത്യമായ വിയോജിപ്പാണ് പ്രകടമാകുന്നത്. ക്യാമറമാൻ അജിത് മഞ്ചേരിയോടൊപ്പം സഞ്ജന S. കുമാർ, മഞ്ചേരി ഓൺലൈൻ. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.